പറയുന്നതേ രാധയറിയരുതേ, പറയരുതേ രാധയറിയരുതേ, എന്റെ ഗുരുവായൂർ. താനോ? ഓ, എന്താ ഉദ്ദേശം? എന്ത്? കുട്ടിപ്പം പലതവണ എന്നെ അങ്ങനെ വഴിയിൽ പിടിച്ചിരുന്നു. നമ്മളിങ്ങനെ സംസാരിക്കുന്ന പുറത്താരും കണ്ടാൽ എനിക്കത് ക്ഷീണമാ. അയ്യേ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടി പറയാത്തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് കുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. അതിവിടെ നടക്കില്ലേ, മാറുക. ഇയാൾ എന്റെ അച്ഛനാണോ? ഏ? പിന്നെ എന്തിനാ എന്നെ കുട്ടി കുട്ടിന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? എനിക്കൊരു പേരുണ്ട്, അമ്പിളി. ഹരിയേട്ടൻ എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടം. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല. അങ്ങനെ പെരുമാറുന്ന പലരും താനും ഇവിടെ കണ്ടുണ്ടാവും. എന്നാ കൂട്ടത്തിൽ കൂട്ടണ്ട, മാറുക. ദേഷ്യം പിടിക്കുന്ന ഹരിയേട്ടനെ കാണാൻ നല്ല ഭംഗിയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തഥാത്മാനം സുജാമ്യഹം. മാറി, ഞങ്ങൾക്ക് പോണം. എന്നെ ഒന്ന് വെറുതെ വിടുക, പൊക്കോളൂ. അതെ, എന്റെ വീട്ടിൽ കല്യാണ ആലോചന വരാൻ തുടങ്ങി കേട്ടോ. ഓ, എന്തോ? ഞാൻ ഹരിയേട്ടനോടോ സംസാരിക്കുന്നേ. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? എന്താ വേണ്ടെന്നോ? വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കുക, എന്നിട്ട് നമ്മുടെ കല്യാണം നടത്തരാൻ പറ. ആരുടെ? നമ്മുടെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുക. എന്നെ കുട്ടി കുട്ടിന്ന് വിളിക്കല്ലേ. എന്നാ അമ്പിളി ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് നിലവിൽ അമ്പിളിനോട് യാതൊരു തരത്തിലുള്ള വികാരം തോന്നണില്ല. ഇനി ഇതിനു ശേഷം തോന്നിയാ ഇനി അങ്ങോട്ട് തോന്നാനും പോണില്ല. കുട്ടീന്ന് പോവാ. എനിക്ക് എന്റെ ചിറ്റാന്റെ വിളി ചക്ക കൊടുക്കണതാ. എടോ, താനല്ലോടോ അത്? ഏത്? ലക്ഷ്മിയോട് പറഞ്ഞ് ഇന്നലെ കാണാമെന്നൊരു കൂട്ടരോട് എന്നെ പറ്റി മോശമായി പറഞ്ഞ് കല്യാണം മുടക്കിയത് സൈക്കിളിൽ വന്ന ഒരു മാലയിട്ട കുറി തൊട്ടൊരു ചേട്ടനാണ്. താനല്ലോടോ അത്? ദൈവകോപം കിട്ടുട്ടോ കുട്ടി. ഞാൻ എന്റെ കുട്ടിയുടെ കല്യാണം മുടക്കണേ. ഡോ, വേഷം കെട്ടെടുക്കല്ലേ. ഞാനിപ്പോ നാട്ടാരോട് പറയും, താനല്ലോടോ അത്? അപ്പൊ എന്നെ ഇഷ്ടാണല്ലേ? വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കോ? എന്നാ പോക്കോ. കുട്ടിക്ക് ചക്ക വേണോ? അപ്പൊ ചിറ്റമ്മയ്ക്ക് വേണ്ടേ? ഞാൻ മറന്നു. കുട്ടി പൊക്കോ, ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. പൊക്കോ പൊക്കോ, വേഗം പൊക്കോ. കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. യോന്റെ ചക്ക.